പ്രിയപിതാവേ, ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റം കൊണ്ടുവരട്ടെ. കൂടി വന്നിരിക്കുന്ന ദൈവജനത്തെ അവിടുന്ന് സ്പർശിക്കണം. വചനത്തെ തടയുന്ന സകല ഇരുട്ടിൻ്റെ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ തകർത്തു മാറ്റുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, തിരുനാമം മഹിമപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ സ്പർശിക്കും. സ്തുത്യർഹനായ ദൈവത്തെ ഞാൻ നിറഞ്ഞ മനസ്സോടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ കാണാൻ, നിങ്ങളെ ശുശ്രൂഷിക്കാൻ കർത്താവ് ഇന്നും എൻ്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 നമുക്ക് ഈ ചാനലിൽ കൂടി വരാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തിനായി നന്ദി. നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ, മീറ്റിംഗ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്കും ഇന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 കണ്ടിന്യൂസ് ആയി എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കർത്താവ് നല്ലൊരവസരം ഈ ചാനലിൽ തന്നിട്ടുണ്ട്. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസമുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വളരെ സഹായിക്കും. ഒപ്പം ഒരറിയിപ്പും കൂടെ ഞാൻ പൊതുവായി പറയുന്നു. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രെയർ ഹാളിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 2 മാസമായിട്ട് ആ അനൗൺസ്മെൻറ്റ് നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇനിയും വലിയൊരു തുക നമുക്കതിലേക്ക് ആവശ്യമാണ്. ഓൺലൈൻ മീറ്റിംഗ് എന്നൊരു കോൺസെപ്റ്റാണ് ദൈവം എനിക്ക് ആദ്യം തന്നത്. അത് കോവിഡ് സമയത്താണ്. എന്നാൽ ഓരോ ദിവസവും ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ നിറയുന്ന സാന്നിധ്യം, അത് ഒരു പ്രെയർ ഹാൾ എന്ന ഒരു ഡിസിഷനിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല, എന്നാൽ എൻ്റെ ദൈവം അത് ആഗ്രഹിച്ചു. ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ വന്ന ഒത്തിരി ദൈവദാസന്മാരുടെ പ്രവചന ശബ്ദങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. ഒരു പ്രെയർ ഹാൾ എന്ന് പറയുന്ന ഒരു പ്രവചന ശബ്ദവും അതിൻ്റെ പിന്നിലുണ്ട്. എല്ലാം കൂടി ആകെ മൊത്തത്തുകയായി കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു വലിയ നിയോഗമാണ് ആ പ്രെയർ ഹാൾ എന്നുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തിന് ഞങ്ങളുടെ ആ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ മീറ്റിങ്ങിൻ്റെ അവസാനം നിങ്ങൾക്കത് നൽകാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ കാണിക്കും. ദയവായി അത് നിങ്ങൾ നോട്ട് ചെയ്യുകയും താമസം വിന അത് നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ അതൊരു വലിയ അനുഗ്രഹമായി മാറും. കൂടാതെ ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും അത് കളക്ട് ചെയ്യാവുന്നതാണ് എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ് ഇന്ന് നാം സംസാരിക്കാനായി പോകുന്നത്. ഈ കഷ്ടതയെക്കുറിച്ച് നമുക്കൊരു വല്ലാത്ത ധാരണയുണ്ട്, വല്ലാത്ത ഒരു ചിന്തയാണ് നമ്മൾ കഷ്ടതയെക്കുറിച്ച് കരുതി വച്ചിരിക്കുന്നത്. ആരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല ഈ കഷ്ടത എന്ന് പറയുന്നത്, സത്യമല്ലേ? ആരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. എന്നാൽ വളരെ വേഗം ഞാൻ ഇന്നത്തെ സന്ദേശം ക്ലോസ് ചെയ്യാം. എന്നാൽ അതിൻ്റെ കാതലായ ഭാഗങ്ങളിൽ ഒരംശം പോലും നഷ്ടപ്പെടാതെ ഞാൻ ആ ദൈവീക സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ പൂർണ്ണമായും എൻ്റെ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. കാരണം അത് ഇന്നത്തെ ഈ സന്ദേശം നമുക്ക് വേണം, എന്നത്തെയും വേണം. എന്നാൽ ഇന്നത്തേത് പ്രത്യേകമായി വേണം. എന്താണ്? കഷ്ടതയുടെ, കഷ്ടപ്പാടിൻ്റെ, സഹനങ്ങളുടെ, ത്യാഗങ്ങളുടെ, പരീക്ഷണങ്ങളുടെ പിന്നിലെ ദൈവിക ഉദ്ദേശം. ഞാൻ പറഞ്ഞ അവസാന വാക്കിനകത്ത് ചിലപ്പോൾ പലർക്കും ഒരു പൊരുത്തപ്പെടാൻ താല്പര്യക്കുറവ് കാണും. ദൈവിക ഉദ്ദേശമോ കഷ്ടപ്പാടോ കഷ്ടതയോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കേൾക്കുക, ഒരു ദൈവിക ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞതിൻ്റെ പിന്നിൽ ഉണ്ട്. ഒരു ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്താണ് നമ്മുടെ കഷ്ടതയുടെ പിന്നിലെ ദൈവിക ഉദ്ദേശം? ഒന്നും കൂടെ സുതാര്യമായി സംസാരിച്ചു തുടങ്ങിയാൽ, താങ്കൾ ഇന്ന് ഈ സമയം ഈ തീയതിയിൽ ഈ ദിവസങ്ങളായി ചില ആഴ്ചകളായി മാസങ്ങളായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന
ഇതുവരെയും പൂർണ്ണമായ ഒരു വിടുതലും മറുപടിയും ഈ വിഷയത്തിന്റെ മേൽ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന ആ കാര്യവുമായിട്ടുള്ള ദൈവിക ഉദ്ദേശവും കാരണവും എന്താണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. വളരെ വേഗം ഈ സന്ദേശത്തിൻ്റെ ഒരു പൂർണ്ണതയോടുകൂടെ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു തുടങ്ങാം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്ക വണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിന് അത്രേ. 1-2 കാര്യം ഈ വാക്യത്തിൽ നിന്ന് ഞാനൊന്ന് എടുത്തോട്ടെ. കഷ്ടതയുടെ പിന്നിലെ, കഷ്ടപ്പാടുകളുടെ പിന്നിലെ, പരീക്ഷണങ്ങളുടെ പിന്നിലെ, സഹനങ്ങളുടെ പിന്നിലെ, ത്യാഗങ്ങളുടെ പിന്നിലെ പ്രധാനപ്പെട്ട തിരുവചനപ്രകാരമുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ആത്യന്തികമായി ഞാൻ പറയാം, അതൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി തന്നെയാണ്. അതൊരു ദൈവപ്രവൃത്തിക്ക് തന്നെയാണ്. അതിനെ അവിടെ നിർത്തിക്കൊണ്ട് ഒരു വാക്ക് ഞാൻ പറയട്ടെ. പിറവി മുതൽ കുരുടനായൊരു മനുഷ്യൻ, ജനിച്ച നാൾ മുതൽ പ്രകാശത്തിന്റെ നിറം എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു സാധു മനുഷ്യൻ, ലോകം അല്ലെങ്കിൽ അവന്റെ അമ്മയും അപ്പനും അവനിട്ട പേരിട്ട് വിളിക്കാതെ ലോകം അവന് ചാർത്തിയ ഒരു പേരിട്ട് അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. എന്താണ് ആ മനുഷ്യന്റെ പേര്? കുരുടൻ. അവന്റെ അപ്പനും അമ്മയും അവന് ജോർജ് എന്നോ യോഹന്നാൻ എന്നോ മറ്റു പേരുകളോ എന്തിട്ടാലും അത് പറഞ്ഞു വിളിക്കാൻ ഇഷ്ടപ്പെടാതെ അവന്റെ അവസ്ഥ പറഞ്ഞ് അഡ്രസ് ചെയ്യാൻ ലോകം താല്പര്യം കാണിക്കുന്ന ഒരു സന്ദർഭം. അവൻ അനുഭവിക്കുന്നതിനേക്കാൾ, അവന്റെ ജീവിതത്തിന്റെ അന്ധതയേക്കാൾ ഏറ്റവും വലിയ ഭാരമാണ് ലോകം അവനെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പദം. പ്രിയപ്പെട്ട സുഹൃത്തെ, പ്രിയപ്പെട്ട കുടുംബമേ, ദൈവം തെരഞ്ഞെടുത്ത, ഇന്ന് ദൈവം പ്രവർത്തിക്കാൻ, ദൈവം സ്നേഹിക്കുന്ന, ദൈവം കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ അവസ്ഥകളേക്കാൾ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളേക്കാൾ ഏറ്റവും വലിയ ദുരന്തമാണ് നിങ്ങൾ അനുഭവിക്കുന്നതിനെ പറഞ്ഞ് ലോകം അതിനെ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞ് ലോകം അതിനെ പ്രചരിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് ലോകം അതിനെ പ്രചരിപ്പിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ലോകം അഡ്രസ് ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ ദൈർഘ്യവും കഷ്ടതയുടെ വ്യാപ്തിയും കഷ്ടതയുടെ മൂർച്ചയും ഏറ്റവും വർദ്ധിക്കുന്നത്. പക്ഷേ ശിഷ്യന്മാരുടെ അധരത്തിൽ നിന്ന് ഇവൻ കുരുടൻ ആയി പിറക്കത്തക്ക വണ്ണം എന്ന് യേശുവിനോട് ചോദിച്ചത് ഏറ്റവും നന്നായി. എന്താണെന്നറിയാമോ? ഒരു ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുമെന്ന് ആരും ഈ അന്ധനെ നോക്കി അന്നയോളം പറഞ്ഞ ചരിത്രം വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്താതിരിക്കുമ്പോൾ അവന്റെ സൃഷ്ടികർത്താവായ ദൈവം തന്നെ, അവൻ മൂലം സൃഷ്ടിക്കപ്പെട്ട ഈ ശിഷ്യന്മാർ അഡ്രസ് ചെയ്ത പിറവിയിലെ കുരുടൻ എന്ന വാക്ക് സ്വന്തമായി കൈവശമുള്ള ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവമായ കർത്താവ് തന്നെ അവനെ നോക്കി പ്രവചിക്കാൻ ഇടയായി വന്നു. ഈ നാളുകളിൽ, കഴിഞ്ഞ നാളുകളേക്കാൾ അധികം നിങ്ങളുടെ കഷ്ടതകളെക്കുറിച്ചും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിനകത്ത നിരാശയെക്കുറിച്ചും നിങ്ങൾ വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് മറ്റുള്ളവർ തന്നെ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വേദനകൾ ഈ നാളുകളിൽ അതികഠിനമാണെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ നാളുകളിലായി അധികം പേരുടെ വായ, അധികം പേരുടെ അധരങ്ങൾ, അധികം പേരുടെ ശബ്ദങ്ങൾ
നിന്നെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും നിങ്ങൾ അഭിമുഖീകരിച്ചതും നിങ്ങൾ തരണം ചെയ്തതുമായ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രവചന ശബ്ദം നിന്റെ മേൽ ഇന്ന് വെളിപ്പെടുകയാണ്. ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ഭാഗികമായി കണ്ണു കണ്ടവനെ കുറിച്ച് പ്രവചിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപക്ഷെ പ്രവാചകർക്ക് എല്ലാവർക്കും താല്പര്യമാണ്. നിന്റെ കണ്ണ് പൂർണ്ണമായി കാണും, നിന്റെ കണ്ണ് തുറക്കും, നിന്റെ കണ്ണ് ചൊവ്വേ നേരെ മിഴിച്ചു മുമ്പോട്ട് തന്നെ നോക്കും. പ്രവചിക്കാൻ എളുപ്പമാണ്, കാരണം ഒരു പകുതി മങ്ങിയ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഒരു പൂർണ്ണ അന്ധകാരത്തിനകത്ത് കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് ഫെബ്രുവരി മാസം നിന്റെ കണ്ണ് കാണുന്നതായി ഞാൻ കാണുന്നു എന്ന് പറയാൻ എല്ലാവരും താല്പര്യം കുറച്ച് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രവചിക്കാൻ ഒരു നടത്തിപ്പുള്ളത്തിൽ നിന്ന് മാനുഷികമായി വരാതിരിക്കുമ്പോൾ, ആത്മാവ് നിർബന്ധിച്ചാലും ജഡം കൊണ്ടും സാഹചര്യം കൊണ്ടും ആ പ്രവചന ശബ്ദത്തെ അകത്തേക്ക് അടിച്ചമർത്തിയാലും എന്റെ കർത്താവിന്റെ അധരത്തെ കെട്ടാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അവൻ പറഞ്ഞു, ഹേ, ഇവന്റെ അമ്മയപ്പന്മാരൊന്നും അല്ല പാപം ചെയ്തത്, ഒരു ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. ഞാൻ ഇന്ന് ഈ മാസം ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, പ്രിയപ്പെട്ട സുഹൃത്തെ, പൂർണ്ണ അന്ധകാരത്തിനകത്തായിരിക്കാം നിങ്ങൾ കിടക്കുന്നത്. ഒരുപക്ഷെ പിറവിയിലെ കുരുടന്റെ കഥ പോലെ, ജനിച്ച നാൾ മുതൽ പ്രകാശത്തിന്റെ നിറമെന്തെന്നറിയാത്ത ഈ കുരുടന്റെ അവസ്ഥ പോലെ ജീവിതത്തിൽ അന്ധകാരം വാഴ്ച തുടങ്ങിയിട്ട് നാളുകളേറെയായി. പ്രകാശമൊന്ന് കാണാൻ നിങ്ങൾ വളരെ കൊതിക്കുന്നു എങ്കിലും കാണാൻ കഴിയാത്തതുപോലെ നിങ്ങൾ വല്ലാതെ ഇരുട്ടിനകത്ത് തപ്പിത്തടയുന്ന ഒരു അന്തരീക്ഷത്തിലും ഒരു അനുഭവത്തിലും ഒരു സമയത്തിലുമാണ് ഈ ദൈവശബ്ദം താങ്കളുടെ കാതുകളിൽ കേൾക്കുന്നതെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഒരു പ്രവാചകന്മാർ പോലും അടുത്ത നാളുകളിൽ എങ്ങും ഒരാശ്വാസ പ്രവചനം നിന്റെ കാതുകളിൽ കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ ദൈവാത്മ നിറവിൽ ഒരു അഭിഷിക്തൻ എന്നുള്ള നിലകളിൽ ഞാൻ താങ്കളോട് പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി വെളിവാകാനുള്ള ടൈം സ്വർഗം ഓപ്പൺ ചെയ്യുകയാണ്. Come on. ആരാ വിശ്വസിക്കുന്നു? ഒരു ദൈവപ്രവൃത്തി വെളിവാകാൻ സ്വർഗം ഒരവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പൺ ചെയ്യുകയാണ്. കഷ്ടതയുടെ പ്രധാനപ്പെട്ട ദൈവിക ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ്. സുഹൃത്തെ, നിങ്ങളോട് സംസാരിക്കുന്ന ഈ പാസ്റ്ററുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് എനിക്ക് പറയാൻ അത്ര വലിയ താല്പര്യമൊന്നും കാണത്തില്ല. ഇന്നും അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഞാൻ സന്തോഷിക്കുന്നു, കാരണം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമല്ലോ. മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മൂർച്ച കൂടിയത് എപ്പോഴാ? ഇതുപോലുള്ള കഷ്ടതകളുടെ അനുഭവത്തിലൂടെയാണ്. പലരും കഷ്ടത വരുന്ന സമയത്ത് പ്രാർത്ഥനയുടെയൊക്കെ താല്പര്യം അങ്ങോട്ട് കുറഞ്ഞു പോകും. സ്വാഭാവികമാണ്, മനുഷ്യ ശരീരത്തിലല്ലേ നമ്മളൊക്കെ. പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ സ്വാഭാവികമാണ്. നമ്മൾ ഒരേ സമയം നമുക്കൊരു ഫിസിക്കൽ നേച്ചറും ഉണ്ട്, ഒരു സ്പിരിച്വൽ നേച്ചറും ഉണ്ട്. ആ ഫിസിക്കൽ നേച്ചറിൽ നമ്മൾ പലതും പല തീരുമാനങ്ങളിലേക്ക് നമ്മൾ പോയി കളയും. പക്ഷെ വീണ്ടും നമ്മളെ ആത്മാവ് മടക്കിക്കൊണ്ടുവരും. അങ്ങനെ ആത്മാവ് മടക്കിക്കൊണ്ടുവരുന്ന പല പ്രോസസ്സുകളിൽ ഒന്നാണ് ഒരുപക്ഷെ അവിചാരിതമായി നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം. ആമേൻ. നമ്മളെ കർത്താവ് മോൾഡ് ചെയ്യാൻ ഇതുപോലുള്ള സന്ദേശങ്ങൾ ദൈവം യൂസ് ചെയ്യും. എൻ്റെ ജീവിതത്തിലൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചില സമയം യൂട്യൂബിലൊക്കെ തന്നെ 2 വർഷം മുന്നേ ഒക്കെ ഇട്ട മെസ്സേജ് ആയിരിക്കും ചില സമയം എൻ്റെ മുന്നിലേക്ക് വേറെ അഭിഷിക്തന്മാർ, കർത്താവിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന അഭിഷിക്തന്മാരൊക്കെ പ്രസംഗിച്ചിട്ട മെസ്സേജൊക്കെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ആ സ്പോട്ടിൽ ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ. ദൈവം മോൾഡ് ചെയ്യും. ദൈവം ഭയങ്കരമായിട്ട് നമ്മളെ പണിതെടുക്കും. നമ്മുടെ ലൈഫിൽ ദൈവം അനുവദിക്കാതെ ഒന്നും വരില്ല എന്നറിയാം. നമ്മുടെ ലൈഫിൽ ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും വരില്ല എന്നറിയാം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഒരുപക്ഷെ വളരെ കഷ്ടതയുടെ തീച്ചുളയിൽ നിൽക്കുന്നവരൊക്കെ ഒരുമിച്ച് എന്നോട് ചോദിച്ചാലേ, പാസ്റ്ററെ, അങ്ങനെ വരുത്തിയാൽ മാത്രമേ ഞങ്ങൾ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കത്തില്ല. നിൽക്കില്ല കുഞ്ഞേ, നിൽക്കത്തില്ല. കാരണം നിന്നാലും നിൽക്കേണ്ട പോലെ നിൽക്കത്തില്ല. ഇപ്പൊ കാര്യം പിടിയിട്ട് കാണും. നമ്മൾ നിൽക്കും, നമ്മൾ വിട്ടൊന്നും പോകത്തില്ല. നമുക്ക് ഈ കർത്താവിനെ വിട്ട് എവിടെ പോകാനാ? നമ്മൾ നിൽക്കും, നമ്മൾ കാണും, നമ്മുടെ പേര് ലിസ്റ്റിൽ തന്നെ കാണും. പക്ഷേ നിൽക്കേണ്ട പോലെ നിൽക്കത്തില്ല. അതാണ് അതിൻ്റെ കാര്യം.
അതെന്താന്നുള്ള താഴേക്ക് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കർത്താവ് പറയുക, ഇത് അവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തുകൊണ്ടൊന്നുമല്ല, ഒരു ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. ഇനി ഒരു ദൂതൂടെ ഞാൻ പറയാം. അമ്മയും അപ്പനും വിചാരിച്ചാൽ മാത്രമല്ല നീ ജീവിച്ചിരിക്കാൻ പോകുന്നത്. അമ്മയുടെയും അപ്പൻ്റെയും ആസ്തി കൊണ്ടല്ല നിങ്ങൾ ജീവിക്കാൻ പോകുന്നേ. അമ്മയും അപ്പനും ഒന്നും എനിക്ക് വേണ്ടി കരുതിയില്ല, അല്ല അവർ കരുതിയിരുന്നെങ്കിൽ എന്ന കാരണം കൊണ്ടല്ല നീ മുമ്പോട്ട് വാഴാൻ പോകുന്നേ. സത്യം അറിയുക, അമ്മയുടെയും അപ്പൻ്റെയും ദൈവം നിന്റെയും ദൈവം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമ്മുടെ ദൈവം. നിങ്ങളൊരു പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവവൈതലായിരിക്കാം, നിങ്ങളുടെ അമ്മയും അപ്പനും രക്ഷിക്കപ്പെട്ടതായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയും അപ്പനും രക്ഷിക്കപ്പെടാത്ത വ്യക്തിയായിരിക്കാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. നീ അറിഞ്ഞ നിന്റെ ദൈവം നിന്നെ നിലനിർത്താൻ ശക്തൻ. അപ്പനും അമ്മയും ആസ്തി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അന്ധകാരം മാറാൻ പോകുന്നുമില്ല. അപ്പനും അമ്മയും ആസ്തി ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിനകത്ത് പ്രകാശം വരാതിരിക്കാനും പോകുന്നില്ല. നീ അറിഞ്ഞ ദൈവം, നിന്നെ വിളിച്ച ദൈവം, നിന്നെ കണ്ട ദൈവം, നിന്നെ അഭിഷേകം ചെയ്ത ദൈവം, ഇന്ന് അവിചാരിതമായോ അല്ലാതെയോ ഈ സന്ദേശം നിന്റെ കാതുകളിൽ എത്തിച്ച ദൈവം നിന്നോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ നിർത്തേണ്ട പോലെ നിർത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. നിന്നെ ആകേണ്ട പോലെ ആക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുക. ആമേൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു, കഷ്ടതയുടെ പിന്നിലെ ദൈവിക ഉദ്ദേശം ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിവാകാൻ. രണ്ടാമത്തെ എൻ്റെ കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ദൈവിക ഉദ്ദേശം, കഷ്ടതയുടെ ദൈവിക ഉദ്ദേശം സാത്താന്റെ വാദം പൊളിക്കാൻ ഒരുമിച്ച് നിന്നു കൊടുക്കണം. ദൈവത്തോടു കൂടെ നമ്മൾ നിന്നു കൊടുക്കണം ഈ ഒരു കാര്യത്തിന്. ഇവിടെയാണ് പലരും വീണു പോണേ. ആദ്യത്തെ കാര്യമൊക്കെ നമുക്ക് ഭയങ്കര ഹല്ലേലൂയ ആമേനൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും. രണ്ടാമത്തെ കാര്യം പറയുക, സാത്താന്റെ വാദം പൊളിക്കാൻ കർത്താവ് ജീവിതത്തിൽ ചില കഷ്ടതകൾ അനുവദിക്കും. നമ്മൾ നിന്ന് കൊടുക്കണം. അവിടെയാണ് നമ്മുടെ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി വെളിപ്പെടുന്നത്. ഇയ്യോബിന്റെ പുസ്തകം ഒന്നെടുത്തേ. ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം. ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതിനെയൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ, 12-ാമത്തെ വാക്യം വായിക്കുന്നത്. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിന്ന് നമുക്കെതിരായി, നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരായി വാദിക്കുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ട്. അതിനെ സാത്താൻ എന്ന് ദൈവത്തിന്റെ വചനം വിളിക്കുന്നു. വെറുതെയോ നീ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? ആ വാക്ക് ശ്രദ്ധിക്കണം. വെറുതെയോ, ഞാനും നിങ്ങളും വെറുതെ അല്ല ദൈവഭക്തിയോടെ ഇരിക്കുന്നത്. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. പക്ഷെ നമ്മൾ തന്നെ പറയുന്നു, ഇന്നും ഉണ്ട് വിഷയങ്ങൾ, ഇന്നും ഉണ്ട് പോരാട്ടം, ഇന്നും ഉണ്ട് തകർച്ചകൾ, ഇന്നും ഉണ്ട് കണ്ണുനീർ. പക്ഷേ ഞാനും നിങ്ങളും ഭക്തനല്ലേ? അതുകൊണ്ടല്ലേ ഇന്ന് ഈ സന്ദേശത്തിൽ, ഇന്ന് ഈ മീറ്റിങ്ങിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നേ. പക്ഷെ നമ്മൾ വീണ്ടും പറയുന്നു പോരാട്ടങ്ങളുണ്ട് പാസ്റ്റർ. പക്ഷെ സാത്താൻ തന്നെ പറയുന്നു വെറുതെ അല്ല ഞാനും നിങ്ങളും ദൈവഭക്തനായിരിക്കുന്നത്. അപ്പൊ എന്തോ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൃശ്യമായോ അദൃശ്യമായോ ചെയ്യുന്നു എന്ന് എൻ്റെ മനസാക്ഷി തന്നെയും പറയുന്നത് കൊണ്ടല്ലേ നമ്മൾ ദൈവഭക്തനായിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ വിശ്വാസം ത്യജിച്ചു പറയണ്ടേ, കളഞ്ഞും പോണ്ടേ? എന്തുകൊണ്ട് വീണ്ടും വീണ്ടും
ഒരു കുഞ്ഞുകുട്ടി ഇഴഞ്ഞ് അതിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് വലിഞ്ഞു കയറുന്നത് പോലെ, അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യം ആഗ്രഹിച്ച് അവൻ കരഞ്ഞു മുഖത്തേക്ക് നോക്കുന്ന പോലെ, ഒരു കുഞ്ഞുകുട്ടി ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അവൻ അവൻ്റെ അമ്മയിലേക്ക് പറ്റിച്ചേരുന്ന പോലെ, എന്തുകൊണ്ട് വീണ്ടും നാം ഒരു സമയത്തിനപ്പുറം മാറിയിരിക്കാതെ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നു? സുഹൃത്തെ, നമ്മളത് ബൗദ്ധികമായി അറിയുന്നു, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ അകത്തിരിക്കുന്ന ഒരു ആത്മാവ് അറിയുന്നു, വെറുതെ അല്ല ഞാനും നിങ്ങളും ദൈവഭക്തനായിരിക്കുന്നത്. സാത്താൻ അതിന് പറയുന്നൊരു കാര്യം ഇതാണ്: നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓ മൈ ഗാഡ്, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ മൃഗസമ്പത്തിൽ തൊടുന്നില്ല, വസ്തുവകയിൽ തൊടുന്നില്ല, ഒന്നിലും ഞാൻ തൊടുന്നില്ല. പക്ഷെ സാത്താൻ പറയുന്ന ഒരു വാക്ക്, സാത്താൻ ഭയങ്കര അപവാദിയാണ്, കള്ളനാണ്, എനിക്ക് ആ വാക്കിൽ തർക്കമില്ല. പക്ഷെ അവൻ പറഞ്ഞൊരു സത്യം വചനം പറയുന്നു: അനുഗ്രഹിച്ചിരിക്കുന്നു. ആ വാക്കിൽ എനിക്ക് തർക്കമില്ല, തർക്കിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് പ്രാർത്ഥനകൾ ഉണ്ടാകാം, പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടാകാം, എനിക്ക് ഇനിയും പല വിഷയങ്ങൾക്ക് മറുപടി കിട്ടാനുണ്ടാകാം. പക്ഷെ ആ വാക്കിനെ ഖണ്ഡിക്കാൻ ഞാൻ തയ്യാറല്ല. എന്നോട് കൂടെ ചേർന്ന് പറയാൻ എത്ര പേരുണ്ട്? എന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ പാസ്റ്റർ പറഞ്ഞില്ലേ, പാസ്റ്റർ പ്രാർത്ഥനാ വിഷയം ഉണ്ടെന്ന്. ഭൂമിയുള്ള കാലത്തോളം പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടാകും സുഹൃത്തെ. കർത്താവിൻ്റെ വരവോളവും രണ്ടാമത്തെ എൻ്റെ കർത്താവിൻ്റെ സന്ദർശനകാലം വരെയും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടാകും സുഹൃത്തെ. കർത്താവിൻ്റെ വരവ് വരെയും പ്രാർത്ഥന ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല സുഹൃത്തെ. അങ്ങനെ നമ്മളൊക്കെ പ്രാർത്ഥിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ വേണം സുഹൃത്തെ. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. വെറുതെയോ ഇയ്യോബ് അവൻ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചില്ലേ? 2023 ദൈവം അനുഗ്രഹിച്ചില്ലേ? 2022 ദൈവം അനുഗ്രഹിച്ചില്ലേ? 2021 20 ഒന്നും ദൈവം അനുഗ്രഹിച്ചില്ലേ? ഈ 2024 ദൈവം അനുഗ്രഹിച്ചില്ലേ? വെറുതെയോ ഞാനും നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? ആ ചോദ്യം നമ്മളോടുള്ളതാണ്. വെറുതെയോ ഞാനും നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? അവൻ അനുഗ്രഹിച്ചത് കൊണ്ടും അവൻ മേലാലും അനുഗ്രഹിക്കുമെന്നുള്ളത് കൊണ്ടുമല്ലേ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? എന്തോ ഒരു വല്ലാത്ത അടർത്തി മാറ്റാൻ കഴിയാത്ത ഒരു ബന്ധം എനിക്കും എന്നെ നിർമ്മിച്ചവനും എന്നെ സൃഷ്ടിച്ചവനും എന്നെ കണ്ടവനും എന്നെ പേർ ചൊല്ലി വിളിച്ചവനും എന്നെ സ്നേഹിച്ചവനും എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തവനും വീണ്ടും ഉയർത്തെഴുന്നേറ്റവനും ഇന്നും എൻ്റെ പേർക്കായി സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് പക്ഷപാതം ചെയ്യുന്നവനും എന്നെ വിളിച്ചവനും വിശുദ്ധീകരിച്ചവനും എന്നെ അഭിഷേകം ചെയ്തവനും തമ്മിൽ എന്തോ ഒരടർത്തി മാറ്റാൻ കഴിയാത്ത ബന്ധം ഉള്ളതുകൊണ്ടല്ലേ നാം ഇന്നും ഭക്തനായിരിക്കുന്നത്? കഷ്ടതയുടെ ഉദ്ദേശം ഇതും കൂടെ തന്നെയാണ്, ഞാൻ ഭക്തനായിരിക്കാനും 2 സാത്താന്റെ വാദം പൊളിക്കാനും. തൃക്കൈ നീട്ടി അവനുള്ളതിനെയൊക്കെയും തൊടുക എന്ന് പറഞ്ഞതിന്റെ സാരം, അവൻ ഭൗതിക അഭിവൃദ്ധി ദൈവം കൊടുത്തതുകൊണ്ടാണ് അവൻ ദൈവഭക്തനായിരിക്കുന്നത്. നമ്മൾ പൊളിക്കേണ്ട ഒരു വാദം അതാണ്. നീ ഇന്ന് സാമ്പത്തികമായി നന്നേ ബുദ്ധിമുട്ടുന്ന ഒരു അനുഭവത്തിലാണോ? പെട്ടെന്ന് വന്ന ഒരു എമർജൻസിയിൽ നിങ്ങൾക്ക് റോൾ ചെയ്യാൻ കഴിയാത്തതുപോലെ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ നിൽക്കുകയാണോ? പെട്ടെന്ന് കിട്ടേണ്ട ഒരു മറുപടി പ്രാർത്ഥിച്ചിട്ട് പോലും കിട്ടാത്ത ഒരവസ്ഥയിലാണോ? ഈ മാസം നടക്കേണ്ട ഒരു കാര്യത്തിനകത്ത് മുടക്കം വന്നിരിക്കുന്ന അവസ്ഥയിലാണോ? വസ്തു സംബന്ധമായ വിഷയത്തിൽ ജപ്തി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണോ? നീതി കിട്ടേണ്ട ഒരു വിഷയത്തിൽ ഇന്നും കോടതികൾ കയറിയിറങ്ങി വാദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണോ? തൃക്കൈ നീട്ടി നീ ഇതിനെയൊക്കെ ഒന്ന് തൊട്ടു നോക്കുക, അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ചു പറയുമെന്ന സാത്താന്റെ വാക്കുകൾ അന്വർത്ഥമാക്കാൻ വേണ്ടി അവൻ നിന്റെ ജീവിതത്തിൽ പൊരുതുകയാണെങ്കിൽ, വിശ്വസ്തനായ ദൈവം നിനക്കും വേണ്ടി ഒരു കൽപ്പന അതിനു മുന്നേ പുറപ്പെടുവിച്ചിട്ടുണ്ട്: അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. ഇന്നും ഈ പ്രതിസന്ധിക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് നിന്റെ മേൽ കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ച ഒരു കൽപ്പന കിടക്കുന്നത് കൊണ്ട്. ആമേൻ. കാര്യം, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾക്കകത്തൂടെ എല്ലാം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ കർത്താവ് പറഞ്ഞു അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. കാര്യം എന്താണെന്നറിയാവോ?
നാളെ ഈ സംഭവം എല്ലാം കലങ്ങി തെളിഞ്ഞു വരുമ്പോഴും നീ ജീവനോടെ ഇരുന്ന് ആത്മീയ ആരോഗ്യത്തോടുകൂടെ ഇരുന്ന് നീ ദൈവം ചെയ്ത പ്രവർത്തികളെ സ്തുതിക്കേണ്ടതിനും സാക്ഷ്യം പറയേണ്ടതിനും നീ ആയുസ്സോടെ ഇരിക്കണമെന്ന്, ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലൊരു മനുഷ്യർക്കും കാണത്തില്ല നീ ജീവിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹം. പക്ഷേ എൻ്റെ ദൈവത്തിന് നീ ജീവിച്ചിരിക്കണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ ദൈവത്തിന് നീ വിശ്വാസത്യാഗിയായി പോകരുത് എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. നമ്മുടെ കർത്താവിന് നീ ആത്മീയ ശക്തി കുറഞ്ഞു പോകരുത് എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. എന്നോടുകൂടെ ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഈ ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതൽ നമ്മൾ വായിച്ചപ്പോൾ പറയുന്നത്, കഷ്ടത സാത്താന്റെ വാദം പൊളിക്കാൻ വേണ്ടിയിട്ട്. ഇയ്യോബിന്റെ ചരിത്രം നിങ്ങൾക്കറിയാലോ. മുമ്പോട്ട് വായിക്കുമ്പോൾ എവിടെയും ഇയ്യോബ് ഈ പുസ്തകത്തിന്റെ പകുതി എത്തുമ്പോൾ ഇയ്യോബ് ദൈവത്തെ ത്യജിച്ചു പറയാനൊക്കെ നാക്കങ്ങോട്ട് വളച്ച് അങ്ങോട്ട് തുടങ്ങി. കുറച്ചു നേരം കർത്താവ് സൈലന്റായി കേട്ടിട്ട് പിന്നെ ദൈവം തിരിച്ചു പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ ഇയ്യോബ് തൻ്റെ തെറ്റുകളെ ഓർത്തനുദപിച്ച് ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചു. കാരണം ഇയ്യോബ് സത്യം മനസ്സിലാക്കി. നമ്മൾ ചില സമയങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തെ മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കഷ്ടതകൾ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചിന്തിച്ചു ഒരു ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന്. സെക്കൻഡ് നമ്മളിപ്പോൾ ചിന്തിച്ചു നമ്മൾ തികഞ്ഞ ഒരു ഭക്തനായിരിക്കേണ്ടതിനും സാത്താൻ്റെ വാദം പൊളിക്കേണ്ടതിനും ദൈവം ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്. മൂന്നാമത്തെ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപക്ഷെ നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ബ്ലെസ്സഡായിട്ട് 100 ഔട്ട് ഓഫ് 100 നമ്മൾ ബ്ലെസ്സഡായിട്ട് ജീവിച്ചാൽ നമ്മൾ എന്താ ദൈവത്തിന് വേണ്ടി നിൽക്കില്ലേ പാസ്റ്ററെ എന്നൊക്കെ ചിലപ്പോൾ എന്നോട് ചില വ്യക്തികൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന് കഷ്ടതയിട്ട് തന്നെ നമ്മളെ നിർത്തണോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ നിൽക്കും, തീർച്ചയായിട്ടും നിൽക്കും, ദൈവം അനുഗ്രഹിക്കുകയല്ലേ, നിൽക്കും. പക്ഷെ നിൽക്കേണ്ട പോലെ നിൽക്കത്തില്ല. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു അഹങ്കാരമൊക്കെ വരും, ഒരു നികളമൊക്കെ വരും. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും വരുന്നേ. നിങ്ങൾ ആ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം ഒന്ന് നോക്കിയേ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിലോട്ട് അതിൻ്റെ 7-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 2 Corinthians chapter 12 verse 8. Shakatayaba Lakarabu Zakatayaba Lakabrabo Shayantaraba. In Jesus' name. Laptuno Roho Zikama. 2 Corinthians. Laptu Roho Ziantarabu Holy Ghost. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണമേ. റിഖോഷ പ്രഭ ലഖം ബറോസിയ. Verse 7. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ. ദൈവമക്കളെ, സ്പിരിച്വൽ ഗിഫ്റ്റുകൾ നമുക്കൊത്തിരി അധികമായി പോകുമ്പോഴും നമുക്ക് വരാവുന്ന ഒരു ബലഹീനതയാണ് നിഗളം. നിങ്ങൾ വചനം നോക്കിയേ. So to keep me from becoming conceited because of the surpassing greatness of the revelations. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാത്ത ഒരു വികാരമാണ് നിഗളം. ഇത് നമ്മെ വെട്ടിത്താഴെ ഇടുന്നോ, ഇടിച്ചു താഴെ ഇടുന്നോ, ചവിട്ടി താഴെ ഇടുന്നോ, എങ്ങനെ വേണമെങ്കിലും പറയാം. നമ്മൾ ചിന്തിക്കും, അതിനിപ്പോൾ എന്നാ, ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയൊക്കെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടതാ, ഇപ്പോഴാ ഒന്ന് സുഖിക്കുന്നേ. സുഹൃത്തെ, നീ സുഖിക്കുമ്പോൾ സുഖിച്ചോ, നല്ലതാ. പക്ഷേ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒരു നിഗളം നമ്മൾ പോലും അതറിയാമോ? ഈ നിഗളം നമ്മളിലേക്ക് വരുന്നത് നമ്മൾ അറിയത്തില്ല. ഇപ്പൊ ഇത്രയും കട്ടിയുള്ള ഇതിലൂടെ ഒരു ചെറിയ ഒരു ചോനൻ ഉറുമ്പൊക്കെ കയറിപ്പോയാലൊന്നും ഞാൻ അറിയാറില്ല. പലപ്പോഴും എൻ്റെ മോളാണ് അപ്പേതേ ഉറുമ്പെന്ന് പറയുന്നത്. ഞാൻ ഉള്ള സത്യം പറയുക.
ചോനനുറുമ്പില്ലേ, കുഞ്ഞുറുമ്പ്, വളരെ കുഞ്ഞുറുമ്പ്, കടിക്കാത്ത ഉറുമ്പ് കയറിപ്പോൾ ഞാൻ അറിയാറൊന്നുമില്ല. കാരണം എന്താ, ഇത്രയും കട്ടിയുള്ള സ്കിന്നല്ലേ, ഞാനെങ്ങനെ അറിയാം? അതേപോലെ കട്ടുറുമ്പൊക്കെ കയറിപ്പോൾ ഞാൻ അറിയും. അപ്പോൾ ഇത് ഉറുമ്പ് പറഞ്ഞ് അവൾ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയാതെ എൻ്റെ മേൽ കയറിയ ആ ചോനനുറുമ്പിനെ പോലെയാണ് സുഹൃത്തെ നിഗളം. നിന്റെ അകത്ത് നിങ്ങനെ പഴയ ജഡത്തിൽ കൂടെ എഴുന്നേറ്റ് നിന്റെ ശിരസിൽ വന്ന് നിന്റെ കണ്ണിൽ വന്ന് പിന്നെ നിന്റെ എക്സ്പ്രഷനിൽ ആ സാധനം വെളിപ്പെടും. വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. സാത്താൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്, വളരെ മെല്ലെ. ആ ഏതനി കയറിയ രീതി നിങ്ങളൊന്ന് ആ റൂട്ട് മാപ്പ് നിങ്ങളൊന്ന് എടുത്താൽ മാത്രം മതി. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് സാത്താൻ്റെ പ്രവർത്തന ശൈലികൾ നമുക്ക് മനസ്സിലാകും. മെല്ലെ മെല്ലെ. എന്നാ ഉണ്ട്, സുഖാണോ, ചായ പിടിച്ചോ, കർത്താവ് പോയായിരുന്നോ, ഭർത്താവല്ല കർത്താവ് പോയായിരുന്നോ, എന്തുവാ പറഞ്ഞേ, ആ മരത്തിൽ നിന്ന് എടുക്കല്ലെന്ന് പറഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളോട് അപ്രോച്ച് ചെയ്ത് വളരെ കുലീനതനായി സാത്താൻ നമ്മുടെ അടുത്തേക്ക് വന്ന് മെല്ലെ സംസാരിച്ച് ഉള്ളിലേക്കിട്ട് കൺവിൻസ് ചെയ്ത് കമ്മിറ്റ് ചെയ്യിപ്പിച്ച് മെല്ലെ അവൻ്റെ ഇഷ്ടം നിന്റെ കൈകളിലൂടെ, നിന്റെ വായിലൂടെ, നിന്റെ ചിന്തകളിലൂടെ സ്ഥാപിച്ചെടുത്ത് നിന്നെ ഒരു കൊടിയ പാപിയാക്കി മാറ്റുന്നവനാണ് സാത്താൻ. ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. മെല്ലെ ജീവിതം ഒന്ന് പ്രാർത്ഥിച്ച് പുഷ്ടി പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട് വരുമ്പോൾ, ശുശ്രൂഷയിൽ ഒരു അല്പ കയറ്റം വരുമ്പോൾ, ചെറിയൊരു വർധനവ് ജീവിതത്തിൽ വരുമ്പോൾ, സാലറി ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ജീവിതത്തിൽ വരുമ്പോൾ, മെല്ലെ സാധാരണക്കാരെ കണ്ടുകൂടാത്ത, മുൻപ് എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് പിന്നെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന, പിന്നെ ആ പഴയ കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത, സാധാരണക്കാരെ കാണുമ്പോൾ പുച്ഛം വരുന്ന, പണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഹായ് തീർന്നു വരുന്ന ഈ അഹങ്കാരം, ഈ നിഗളം എപ്പോഴാണെന്ന് ചോദിച്ചാൽ പഴയ അവസ്ഥയിൽ നിന്ന് അല്പം ഒന്ന് ജീവിതം മെച്ചപ്പെടുത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് വീണ്ടും മേളിലോട്ട് കയറിയ ഗ്രാഫ് ഇന്ന് പലർക്കും താഴോട്ട് തന്നെ വീണ്ടും സാധാരണഗതിയിലായത്. കാരണം മനുഷ്യന് നീതിയില്ലെങ്കിലും ദൈവത്തിന് നീതിയുണ്ട്. സ്തോത്രം പറഞ്ഞോ, കുഴപ്പമില്ല. മനുഷ്യന് നീതിയില്ലെങ്കിലും ദൈവത്തിന് നീതിയുണ്ട്. മനുഷ്യൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിലും ദൈവം പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. ഈ നിഗളം ഇങ്ങനെ നമ്മുടെ മേൽ കയറി വരുമ്പോൾ അതൊന്ന് ദൈവത്തോട് ചെയ്യുന്ന പാപം, രണ്ട് സാത്താന്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു പൂച്ചെണ്ടും കൂടെയാണ്. ദൈവം അതിനെ അനുവദിക്കത്തില്ല കുഞ്ഞെ. കാരണം ആത്മാവ് ദൈവത്തിൻ്റെതാ. പേര് ഇയാളെന്ത് മനുഷ്യൻ, ഇയാളെന്ത് ദൈവദാസനാന്നൊക്കെ ചോദിച്ചാലും ആത്മാവ് കിടക്കുന്ന ദൈവത്തിൻ്റെതായോണ്ട് കുത്തുപോകുന്നത് അങ്ങോട്ടാ. കാരണം ദാസൻ എന്ന് പറയുന്നതിന് മുന്നേ ദൈവം എന്നാ പറയുന്നത്. റൈറ്റ്? ദൈവത്തിന് കുത്തു കൊടുത്തിട്ടല്ലേ ദാസന് കുത്ത് കിട്ടുന്നേ, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇയാൾ എവിടുത്തെ ദൈവദാസൻ എന്ന് ചോദിച്ചു പോയാൽ, ഇതൊക്കെ എവിടുത്തെ പ്രവാചകി എന്ന് ചോദിച്ചു പോയാൽ, ഇതൊക്കെ ഏത് വിശ്വാസി എന്ന് ചോദിച്ചു പോയാൽ, നീ ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് വിശ്വാസി എന്ന് പറഞ്ഞത്. ആദ്യത്തെ കുത്ത് ദൈവത്തിന്, രണ്ടാമത്തെ കുത്തേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് ദൈവം പൊറുക്കുകയല്ല. കാരണം പുത്രൻ ഈ ഭൂമിയിൽ വന്നിട്ട് പിതാവായ ദൈവത്തിന് ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് ദൈവം അത് സഹിക്കത്തില്ല. ഹല്ലേലൂയ. പേരുദോഷം കേൾപ്പിക്കാവുന്ന പ്രായമാകുന്ന 33.5 തിരുവയസ്സിലും വിശുദ്ധിയെ തികച്ച് തന്നെയാണ് എൻ്റെ കർത്താവ് ജീവിച്ചത് കൊണ്ട് ദൈവം അത് സഹിക്കത്തില്ല. നിഗളം തള്ളിയിടും വെളിപ്പാടിന്റെ ആധിക്യത്താൽ. അപ്പൊ ഇവിടെ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു സ്പിരിച്വൽ റെവലേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആത്മീയമായി കരുത്താർജിക്കും തോറും പൈശാചിക ശക്തികൾ അറ്റാക്ക് ചെയ്യില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. പ്രാർത്ഥന കൂടുന്തോറും പൈശാചിക ശക്തികൾ അകന്നകന്ന് മാറി നിൽക്കുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. ഉപവാസം കൂടുന്തോറും സാത്താൻ അടുത്ത് വരികയില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ കർത്താവ് എൻ്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. വെളിപ്പാടുകൾ എന്ന് പറയുന്നത് ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന വിഷൻസ് ആണ്.
ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും ഉയർന്നു പൊങ്ങുന്നൊരു സാധനമാണ് നിഗളം, അഹങ്കാരം, ഞാൻ എന്ന ഭാവം. എന്റെ കീഴിലാണ് യേശു ക്രിസ്തു എന്ന ഭാവം. ഞാനിപ്പോ കണ്ണുരുട്ടിയ കാര്യം നടക്കും എന്നുള്ള ഭാവം ഒന്നുമില്ല സുഹൃത്തെ. ഒന്നും നമ്മുടെ കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ല നടക്കുന്നത്. അവിടെ നിശ്ചയിക്കുന്നതേ ഈ ഭൂമിയിൽ നടക്കുന്നുള്ളൂ. നാളെ രാവിലെ സൂര്യൻ ഉദിക്കണമെങ്കിലും ഞാൻ ഇറങ്ങി വെളിയിൽ നിന്നാ സൂര്യൻ ഉദിക്കത്തില്ല, ദൈവം കൽപ്പിച്ചാലേ ഉദിക്കത്തുള്ളൂ. ആ ബോധ്യം നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ ഒരു കഷ്ടത നമുക്ക് എപ്പോഴും കർത്താവ് തരുന്നതിൻ്റെ കാര്യം ഇതാണ്, ഒന്നും തല താഴ്ന്ന ദൈവസന്നിധിയിൽ ഇരിക്കാൻ വേണ്ടി തന്നെയാണ്. നീ ദൈവസന്നിധിയിൽ തല താഴ്ത്തി ഇരുന്നാൽ നീ മനുഷ്യന്റെ മുമ്പിൽ തല താഴേണ്ടി വരത്തില്ല. ദ ലാസ്റ്റ് വൺ. എന്തിനാണ് നമുക്ക് കർത്താവ് കഷ്ടത തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യപ്രകാരം നമ്മുടെ വിശുദ്ധിയെ തികയ്ക്കാൻ, നമ്മുടെ വിശുദ്ധി വർദ്ധിക്കാൻ, യേശുവിന്റെ വിശുദ്ധി ഞാൻ പ്രാപിക്കാൻ. എടുത്തേ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഇബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്നെടുത്തേ. ഹോളി ഗോസ്റ്റ്. എബ്രായർ 12:10. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 9 മുതൽ വായിക്കാം, കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. നമ്മുടെ ജഡ സംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും നാം വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. 11 കൂടെ വായിക്കാം. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നാം ആത്മാക്കളുടെ പിതാവിന് കീഴടങ്ങി ജീവിക്കേണ്ടതിന്, നാം ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികം കീഴടങ്ങി ജീവിക്കേണ്ടതിന് ദൈവം നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്തിനാണ് ആത്മാക്കളുടെ പിതാവിന് കീഴടങ്ങി ജീവിക്കണമെന്ന് പറയുന്നത്? ഒരാത്മീയ വിശുദ്ധീകരണത്തിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തെ അവകാശമാക്കുവാൻ. വിശുദ്ധ വചനം പറയുന്നു, കഷ്ടത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവിക അറിവോടുകൂടെയും ഉദ്ദേശത്തോടുകൂടെയും ഉള്ളതാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ, എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധ വചനം പറയുന്നു, അത് നിന്നെ ഒരു തികഞ്ഞ അഭ്യാസിയാക്കി മാറ്റാനും അത് താങ്കളെ ഒരു വിശുദ്ധീകരണ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളുടെ വിശുദ്ധിയെ തികച്ചു നിർത്താനും വേണ്ടി ദൈവത്തിന്റെ അറിവിനാൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടെയാകുന്നു. എങ്ങനെയാണ്? യേശു ക്രിസ്തുവിനെ പോലെ വിശുദ്ധി തികയ്ക്കാൻ. അതാണ് വചനം 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അത് വളരെ വളരെ വലിയൊരു കാര്യമാണത്. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. ഈ ലോകത്തിന്റെ പ്രത്യേകതയും ദൈവത്തിന്റെ പ്രത്യേകതയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ലോകത്തിൽ ഒരു വ്യക്തി വളർന്നതുപോലെ അവന്റെ കൂടെ നിൽക്കുന്ന വ്യക്തി വളരുന്നത് ഇഷ്ടമല്ല. ഒരാൾ പാടി ഏറ്റവും ഭംഗിയാക്കുന്നത് പോലെ അവന്റെ മത്സരാർത്ഥി പാടി ഭംഗിയാക്കുന്നത് ഇവന് ഇഷ്ടമല്ല. ഒരു വ്യക്തി ജയിക്കുന്നത് പോലെ അടുത്തൊരു വ്യക്തി ജയിക്കുന്നത് ഇഷ്ടമല്ല. ഒരു വ്യക്തി മാർക്ക് മേടിക്കുന്നത് പോലെ അവന്റെ അടുത്തിരിക്കുന്നവൻ മാർക്ക് മേടിക്കുന്നത് ഇഷ്ടമല്ല. ഒരുവൻ ജീവിതത്തിൽ ഗതി പിടിച്ചതുപോലെ ജീവിതത്തിൽ ഗതി പിടിക്കാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവൻ ഗതി പിടിക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ എൻ്റെ ദൈവത്തിന് മാത്രമാണ് അവൻ പ്രാപിച്ചതുപോലെ നീ പ്രാപിക്കണമെന്ന്, അവൻ ആഗ്രഹിച്ചതുപോലെ അവനായിരുന്നതുപോലെ നീ ആകണമെന്ന്, അവന്റെ സ്വഭാവം പോലെ നിന്റേതായിത്തീരണമെന്ന്, അവന്റെ ഭാവം പോലെ താങ്കളും ആകണമെന്ന്, അവിടുന്ന് വിശുദ്ധി പ്രാപിച്ചതുപോലെ വിശുദ്ധി തികച്ചതുപോലെ
താങ്കളും വിശുദ്ധി തികയ്ക്കണമെന്ന് എൻ്റെ ദൈവം മാത്രമാണ്, താങ്കളെ വിളിച്ച ദൈവം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് അറിയിക്കാനുള്ളൊരു അരുളപ്പാടിതാണ്: നിങ്ങൾ എൻ്റെ ദൈവത്തെ പോലെ പൂർണ്ണതയുള്ളതായി തീരാൻ വേണ്ടി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണ കാലത്തിലൂടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അവിടുത്തെ വചനത്തിൽ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അവിടുത്തെ ആത്മാവിൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ചില കഷ്ടതകൾക്കകത്തുകൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ചില വേദനകൾക്കകത്തുകൂടെ, നിരാശകൾക്കകത്തുകൂടെ ഒരുപക്ഷെ മാന്യ സുഹൃത്ത് കടന്നു പോകുന്നുണ്ടാകാം. എന്നാൽ അതൊരിക്കലും നിങ്ങളുടെ ദോഷത്തിനല്ല, നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ തകർച്ചയ്ക്കല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ഗുണീകരണത്തിനും ശാസനത്തിനും, നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ വിശുദ്ധിയുടെ പൂർത്തീകരണത്തിനുമാണ്. ഒന്ന്, കഷ്ടതകൾക്കകത്തുകൂടെ ദൈവം നമ്മളെ അയക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിവാകാൻ വേണ്ടി. 2, സാത്താന്റെ വാദം പൊളിക്കാൻ വേണ്ടി. 3, നാം ലഭിച്ച അനുഗ്രഹത്തിനകത്തും പ്രാപിച്ച അഭിഷേകത്തിനകത്തും നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി. 4, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി, ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടി. ഇന്ന് അതിനുവേണ്ടി ഒരു പ്രത്യേക ദൈവകൃപ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ആവശ്യമാണ്. ആ പ്രത്യേക ദൈവകൃപയിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദാഹമുള്ള എല്ലാ ദൈവമക്കളും ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ആ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് നോക്കി കർത്താവിനോട് നമുക്ക് നിലനിൽക്കാനുള്ള ആ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിലനിൽക്കാൻ വേണ്ടി, ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ, അത് മതി. ദൈവസന്നിധിയിൽ നിലനിൽക്കാനുള്ളൊരു ദൈവകൃപയുണ്ടെങ്കിൽ അത് മതി. വചനപ്രകാരം നിന്റെ കഷ്ടതയെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നീ കടന്നു പോകുന്ന അവസ്ഥകളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നീ ഇന്ന് ചിലതിനകത്തുനിന്ന് പുറത്തു വരാൻ പോവാ. ചില ബന്ധനത്തിനകത്തുനിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്നെ ഈ കഷ്ടതയ്ക്കകത്ത് പിടിച്ചു നിൽക്കാൻ അനുവദിക്കാത്ത തരത്തിൽ നിനക്ക് നേരെ കയ്യേറ്റം ചെയ്യുന്ന ദുർശക്തികളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. വിശ്വസിച്ച് ദൈവം നിന്റെ ജീവിതത്തെ ഇന്ന് മാനിക്കും. ദൈവം നിന്നെ ഇന്ന് പണിയും. അധരങ്ങൾ തുറന്നൊന്ന് ആത്മാവിലൊന്ന് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കിയേ. ആത്മാവിലൊന്ന് നിങ്ങൾക്ക് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. നിങ്ങൾ വിഷമിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഇതുവരെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം. വിഷമിക്കല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നറിയാം. സോ നിനക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക. അത് മലയാളത്തിലാകാം, അത് നിങ്ങൾ സ്തുതികളോടെ ആയിരിക്കാം, സ്തോത്രം ചെയ്യുകയായിരിക്കാം, തമിഴിലായിരിക്കാം, ഇംഗ്ലീഷിലായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തന്നല്ലോ. ഇനി നിനക്ക് അതിനും പറ്റാത്ത പോലെ നിന്റെ പ്രാർത്ഥന ജീവിതത്തെ പിശാച് ഉടക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അതിന്റെ അകത്തുനിന്ന് പുറത്തു വരിക. എല്ലാ ഇരുട്ടിന്റെ അധികാരത്തെയും ഞാൻ ബന്ധിക്കുന്നു. എല്ലാ സാത്താനിക പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എന്റെ ജനത്തെ മുമ്പോട്ട് പോകാൻ അനുവദിക്കാതെ, കർത്താവിൽ അവരെ നിൽക്കാൻ അനുവദിക്കാതെ, ഇവർക്ക് വിശ്വാസത്തോടെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും അനുവദിക്കാതെ ഇവരെ ബന്ധിക്കുന്ന, ഇവരെ തടയുന്ന സകല ദുർശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുകയാണ്. കർത്താവേ, ഇവരെങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. വലിയ വിടുതലിന്നുണ്ടാകട്ടെ. കഷ്ടതയ്ക്കകത്ത് നിലനിൽക്കാൻ, ഇവർക്ക് മുൻപോട്ട് പോകാൻ എൻ്റെ ദൈവം ഒരു പ്രത്യേക കൃപ ഈ ജനത്തിന് കൊടുക്കണമേ. ഒരു പ്രത്യേക ബലം കൊടുക്കണമേ. പ്രത്യേക നടത്തിപ്പ് കർത്താവ് ഇവരുടെ മേൽ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
വലിയ ദൈവപ്രവൃത്തി ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. കടബാധ്യതകൾക്കകത്തുനിന്ന് പുറത്തു വരേണ്ടവർക്ക് ദൈവമേ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരാനുള്ളൊരു ദൈവകൃപ ഈ ജനത്തിന് കൊടുത്താട്ടെ കർത്താവേ. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇപ്പോൾ നന്മകളെ തടയുന്ന, വളർച്ച തടയുന്ന, ഉയർച്ച തടയുന്ന, വരുമാനങ്ങളെ തടയുന്ന സകല അന്ധകാര ശക്തികളെയും യേശുനാമത്തിൽ ഞാൻ കട്ട് ചെയ്യുന്നു. റിലീസാകട്ടെ, 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 റിലീസാകട്ടെ. റിക്കോബോ ഷക്കറ്റയാബോ ലോഗോബോയ റെഖേന്തെ റെഖോ ഗോസ പവർ ഇൻ ജീസസ് നെയിം. കർത്താവിൻ്റെ മഹാകരുണയ്ക്കായി, കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി, ദൈവം പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. അനേകരുടെ ഹൃദയങ്ങളെ ഇന്ന് ദൈവം തൊട്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 2 നേരം ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള അവസരം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ഹോളി ഗോസ്റ്റ് ഹാബ്ര ഷഠായാഗാബ ലാബ്തുബോ റാസ ഖംബോ സഠാൽഗമ റിസാംഗ ലഥേർഗബ സഠേർഗബ റിഖാംബ ലേബ്ര ഖസ്ബ്ര ടജാൻറ്റൈദ്രബ